നമസ്കാരം. ലോകം ഒരൊറ്റ പന്തിലേക്ക് ചുരുങ്ങുകയാണ്. കാൽപന്തിന്റെ പെരും കളിയാട്ടത്തിന് തുടക്കമാകും. കണ്ണീരിന്റെയും പുഞ്ചിരിയുടെയും വിസ്മയങ്ങളുടെയും പുതിയ കഥകൾ എഴുതാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് പോരാട്ടങ്ങൾക്കായി വടക്കേ അമേരിക്ക ഒരുങ്ങിക്കഴിഞ്ഞു. 48 രാജ്യങ്ങളുടെ സ്വപ്നങ്ങൾ, കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ. ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക മത്സരത്തിന്റെ വിസിൽ മുഴങ്ങുന്നതോടെ 39 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ വിരുന്നിനായി മൈതാനങ്ങൾ ഉണരും. 3 വൻകിട രാജ്യങ്ങളിലെ 16 അത്യാധുനിക സ്റ്റേഡിയങ്ങളിലായി 104 മത്സരങ്ങൾ അരങ്ങേറുന്ന മെഗാ ടൂർണമെന്റിൽ ആ കനക കിരീടത്തിൽ മുത്തമിടുന്നത് ആരും? കാത്തിരിക്കാം. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ട്. നിപ ജാഗ്രതയിൽ സംസ്ഥാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിയുടെ നില ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ 77 പേർ. 5 പേരുടെ പരിശോധനാ ഫലം ഉടൻ. കൂടുതൽ പ്രതിരോധ മരുന്ന് എത്തിക്കും. തിരുവനന്തപുരത്ത് 6ഉം കൊല്ലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം. ഹോർമുസ് പൂർണ്ണമായി അടച്ചു. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട കപ്പലിലെ 3 ഇന്ത്യൻ നാവികരുടെ മരണം സ്ഥിരീകരിച്ചു. US പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ആശങ്ക അറിയിച്ചു. സ്വർണ്ണക്കൊള്ള കേസ് പ്രതി A. പത്മകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി CPM. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച യോഗം ചേരും. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനത്തിലും തിരുത്തൽ വരുത്തി. പാലക്കാട് മണ്ഡലങ്ങളിലെ തോൽവിയിൽ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. കേരള വഖഫ് ബോർഡിൽ അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. നടപടി ഷോൺ ജോർജിന്റെ ഹർജി. ഫുട്ബോൾ ആവേശത്തിൽ ലോകം. ലോകകപ്പ് ഫുട്ബോളിന് രാത്രി 12:30 തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. മലപ്പുറം അരീക്കോട് 2 കുട്ടികൾ മുങ്ങി മരിച്ചു. തിരുവനന്തപുരത്ത് ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നമെന്ന് വിശദീകരണം. ഹാജരാകാൻ മറ്റൊരു ദിവസം നൽകാൻ ഇഡി. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികളെ ചോദ്യം ചെയ്ത SIT നാളെയും ചോദ്യം ചെയ്യും. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും രാജി. രാജ്യസഭാംഗങ്ങളായ പ്രകാശ് ജിഗ്ബരെ, കോയൽ മല്ലിക് എന്നിവർ രാജിവെച്ചു. മധ്യപ്രദേശിൽ അപ്രതീക്ഷിത നീക്കം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസിന്റെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. അൻസിബയ്ക്കെതിരെ താരസംഘടന അമ്മ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്നും പരസ്യ പ്രസ്താവന കളങ്കമുണ്ടാക്കിയെന്നും നോട്ടീസിൽ. വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടിയെന്ന് മുന്നറിയിപ്പ്. സ്റ്റോറി ഓഫ് ദി ഡേ. താരമായി ലണ്ടനിലെ ചങ്ങരംകുളത്തുകാരൻ. നിപ ഭീതിയിലാണ് സംസ്ഥാനം. നിപ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ നില ഗുരുതരമായി തുടരുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാളെ കഴിഞ്ഞ ദിവസമാണ് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലവും പോസിറ്റീവായി. രോഗിയുടെ വീട്ടിലുള്ളവരും സമ്പർക്കത്തിൽ വരുന്ന ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്.
ഇന്നലെ രാത്രിയോടെയാണ് രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിക്ക് മെഡിക്കൽ കോളേജിലെ VRDL ലാബിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായ രോഗിയെ അർദ്ധരാത്രിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിളും പോസിറ്റീവാണ്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും റൂട്ട് മാപ്പിംഗ് തയ്യാറാക്കി വരികയാണെന്നും കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. ആരും തന്നെ ഇപ്പോൾ നിലവിൽ സിംപ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കാണുന്നില്ല, അതായത് യാതൊരു തരം രോഗലക്ഷണങ്ങളും കാണിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടെയ്ൻമെന്റ് സോൺസ് ഇപ്പം നിലവിൽ പ്രഖ്യാപിക്കേണ്ട എന്നുള്ള രീതിയിലാണ് തീരുമാനം. NIV പൂനെയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേസമയം മുൻകരുതലിന്റെ ഭാഗമായി രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ക്യാമ്പും തുടങ്ങും. കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള ഒരു ഗോഡൌൺ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ യുവാവ് വൃത്തിയാക്കിയിരുന്നു. ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. രോഗിയുടെ ബന്ധുക്കൾ ക്വാറന്റീനിലാണെന്നും സമ്പർക്ക പട്ടിക പരിശോധിക്കുമെന്നും രാമനാട്ടുകര നഗരസഭാ അധ്യക്ഷൻ കല്ലട മുഹമ്മദ് അലി പറഞ്ഞു. ഞങ്ങൾ വളരെ പെട്ടെന്ന് സ്ഥലം പരിശോധിച്ച് വീടുകൾ സന്ദർശിച്ച് അവിടെ നിർദ്ദേശങ്ങൾക്ക് നൽകി ഹോസ്പിറ്റലിൽ അന്വേഷണം നടത്തി കാര്യങ്ങളൊക്കെ രാത്രി 8:30 മണിയോടുകൂടി ഞങ്ങൾ യോഗം കൂടി ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭയപ്പെടാനില്ല എന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശം. മെഡിക്കൽ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. രോഗിയുടെ കുടുംബാംഗങ്ങളിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങളില്ല. മുൻകരുതലിന്റെ ഭാഗമായി രോഗബാധിതന്റെ വീട്ടിലുള്ളവരെയും ക്വാറന്റീനിലേക്ക് മാറ്റി. 2018 കോഴിക്കോട് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ചത്. അന്ന് 17 പേരാണ് മരണപ്പെട്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആശങ്കയാവുകയാണ് ഷിഗല്ല രോഗബാധയും. തിരുവനന്തപുരത്ത് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായി മന്ത്രി K മുരളീധരൻ പറഞ്ഞു. കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കും വയനാട് 9 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് രോഗലക്ഷണങ്ങളുള്ള 514 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും വയനാട് ജില്ലയിൽ 47 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. 41 വയസ്സുള്ള രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. അതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകർ, 14 പേർ കുടുംബാംഗങ്ങൾ, 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. നിലവിൽ ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇതിന് ഹയസ്റ്റ് റിസ്ക് 13 പേര് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. സൂചിപ്പിച്ച പോലെ തലസ്ഥാനത്ത് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നതോടുകൂടി വലിയ ആശങ്കയുണ്ട്. ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ്. 6 പേർക്കാണ് തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 20 ആയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ള 514 പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി നൽകിയിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ പടർന്ന ഷിഗല്ല രോഗബാധ തെക്കൻ കേരളത്തിലേക്കും എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 6 പേരിലും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കും വയനാട് 9 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 20 ആയി. രോഗലക്ഷണമുള്ള 514 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ 47 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 47 കേസസ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമല്ല, പ്രൈവറ്റിലും ഉണ്ട്. ഒറിജിനൽ കൺഫർമേഷൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് 6, കൊല്ലത്ത് 2, കോഴിക്കോട് 3, വയനാട്ടിൽ 9. വയനാട്ടിലെ കുഴൽക്കിണറിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ കിണറുകളിൽ ഷിഗല്ല സാന്നിധ്യം ഉയർന്ന തോതിൽ ഉണ്ടെന്നും വീടുകളിൽ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് രോഗം ബാധിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ബാക്ടീരിയ വഴി പകരുന്ന രോഗം മലിനമായ വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് ശരീരത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 100-ലധികം പേർക്കാണ് ഈ വർഷം ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ കലുഷിതമാവുകയാണ്. ഇറാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ സമയം അർദ്ധരാത്രിയോടുകൂടി ഇറാനെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ട്. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ഇറാന്റെ എണ്ണ പ്രകൃതിവാതക വിപണിയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിട്ടുണ്ട്.
അതേസമയം കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ US-നോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. 3 നാവികർ കൊല്ലപ്പെട്ടതിൽ ആശങ്കയറിയിച്ച് US പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിരുന്നു. അമേരിക്കയും ഇറാനും തുടർച്ചയായ 2ാം ദിവസവും വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഇറാനെതിരെ ആക്രമണ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ഖാർഗ് ദ്വീപും അടിസ്ഥാന സൗകര്യങ്ങളും പിടിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ എണ്ണ പ്രകൃതിവാതക വിപണിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ പുതിയ പ്രസ്താവനയോട് ടെഹ്റാൻ പ്രതികരിച്ചിട്ടില്ല. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിലും US-ഇറാൻ പരോക്ഷ ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ഇറാനിലെ സൈനിക നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടിയായി മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടിയും നൽകി. അതേസമയം ഒമാൻ തീരത്തിന് സമീപം സെറ്റബെല്ലോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. നേരത്തെ മാരിവെക്സ് എന്ന കപ്പലിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. ഒമാൻ ഉൾക്കടലിലൂടെ ഇറാന്റെ എണ്ണ കടത്തുക വഴി US ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിച്ചതിനെ തുടർന്നാണ് ഗിനിയ ബിസോ പതാകയുള്ള ജൽവീർ എന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തിയതെന്ന് US സ്ഥിരീകരിച്ചു. ഉപരോധം ആരംഭിച്ചത് മുതൽ US സേന 8 കപ്പലുകൾ ആക്രമിക്കുകയും 100-ലധികം കപ്പലുകളെ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാൻ ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആശങ്ക അറിയിക്കുന്നതിനായി ന്യൂഡൽഹിയിലെ US സ്ഥാനപതിയുടെ താൽക്കാലിക ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത TV. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കാരണങ്ങൾ പലതും കണ്ടെത്തി നടപടികൾ എടുക്കുകയാണ് CPM. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനാണ് നിലവിലെ തീരുമാനം. പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് യോഗം ചേർന്നതിൽ ധാരണയിലെത്തുക. തോൽവിയെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രധാന തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്. പത്മകുമാറിനെതിരായ വിമർശനത്തിലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനത്തിലും തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അന്വേഷണ സംഘം പ്രതിയാക്കിയിട്ടും പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ CPM ഇതുവരെ തയ്യാറായിരുന്നില്ല. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നേരിട്ട വേളയിൽ പോലും ഏറെ പഴികേട്ട വിഷയത്തിൽ പത്മകുമാറിന് പാർട്ടി സംരക്ഷണം ഒരുക്കുകയായിരുന്നു. എന്നാൽ കനത്ത തോൽവിയുടെ ഭാരത്താൽ നേതൃത്വം തലകുനിക്കുമ്പോൾ തെറ്റുകൾ ഓരോന്നായി തിരുത്താൻ നിർബന്ധിതരാകുകയാണ്. ആദ്യം പത്മകുമാറിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ പത്മകുമാർ കഴിഞ്ഞ ആഴ്ച പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നു. അതോടൊപ്പം തോൽവി വിലയിരുത്തിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രധാന തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള ആരോപണം റിവ്യൂ റിപ്പോർട്ടിൽ മയപ്പെടുത്തിയിരുന്നു. എന്നാൽ നടപടിയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി കടുത്ത നിലപാടെടുത്തതിനെ തുടർന്ന് നേതൃത്വം തിരുത്താൻ തയ്യാറായി. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ വീഴ്ചയും റിപ്പോർട്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലും മാറ്റമുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്ന് സമ്മതിക്കുന്നതാണ് റിപ്പോർട്ടിലെ തിരുത്തൽ. അതേസമയം നേതൃത്വത്തിനെതിരായ വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MB രാജേഷിനും K ശാന്തകുമാരിക്കും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഇവരുടെ ശൈലിയാണ് തോൽവിക്ക് പ്രധാനമായ കാരണമായത് എന്നാണ് വിലയിരുത്തിയത്. തൃത്താല, കോങ്ങാട്, പാലക്കാട്, ചിറ്റൂർ മണ്ഡലങ്ങളിലെ തോൽവിയും പരിശോധിക്കാനാണ് തീരുമാനം. MB രാജേഷിന്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായെന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. MLA-മാർക്ക് ജനങ്ങളുമായി ബന്ധമില്ലാതായെന്നും യോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS സലീഖ എന്നിവർ പങ്കെടുത്ത പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു വിമർശനം ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് ചോർച്ച ഗൗരവകരമാണെന്നും പാലക്കാട് മണ്ഡലത്തിലെ CPM പ്രവർത്തനം നിർജീവമാകുകയും BJPക്ക് വളർച്ചയുണ്ടായെന്നും യോഗം വിലയിരുത്തി. CPM സ്വാധീന മേഖലയിൽ പോലും തിരിച്ചടിയാണ് ഉണ്ടായതെന്നും നെല്ല് സംഭരണ പ്രതിസന്ധി ജില്ലയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചുവെന്നും നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, പാലക്കാട്. കേരള വഖഫ് ബോർഡിൽ അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് നടപടി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. 2025 വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡിൽ 2 അമുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന നിബന്ധന പാലിക്കാതെയാണ് ബോർഡ് രൂപീകരിച്ചതെന്നും നിലവിലെ ബോർഡിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. ചീഫ് ജസ്റ്റിസ് സൗമൻ സെങ് അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്.
പന്തോളം ആവേശം. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കമാവുകയാണ്. വമ്പൻ സംഗീത താരങ്ങളെ അണിനിരത്തി ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കും. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മുതലാണ് മത്സരം. ഇനിയങ്ങോട്ട് ആവേശത്തിന്റെ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിന്റെ 23ാം പതിപ്പിന് തുടക്കം. വൈവിധ്യമാർന്ന പ്രമേയങ്ങളിൽ 3 വ്യത്യസ്ത വേദികളിൽ ഉദ്ഘാടന ചടങ്ങുകൾ. മെക്സിക്കോ ഇത് 3ാം തവണയാണ് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത്. അമേരിക്ക 2ാമതും. 1994 അമേരിക്ക അവസാനമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡ ഇതാദ്യമായും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 വേദികൾ, 104 മത്സരങ്ങൾ. 12 ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനക്കാരും ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും നോക്കൌട്ട് റൗണ്ടിന് തുടക്കമായ റൗണ്ട് ഓഫ് 32-ൽ മത്സരിക്കും. പിന്നീട് 16 ടീമുകളുടെ പ്രീ ക്വാർട്ടർ, അതിനുശേഷം ക്വാർട്ടർ, സെമി. ജൂലൈ 19 കലാശ പോരാട്ടം. ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിലാണ്. ഫൈനൽ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റുദർഫോർഡിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലും. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ മെക്സിക്കോ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ പോപ്പ് താരം ഷക്കീറ, ടൈല എന്നിവരടങ്ങുന്ന പ്രമുഖ ഗായകരാണ് അണിനിരക്കുന്നത്. പ്രത്യേക മൾട്ടി ട്രാക്ക് മ്യൂസിക് പ്രോജക്റ്റുകളും മെഗാ ആൽബവും ഫിഫ സജ്ജമാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ജപ്പാൻ നിർണായക ശക്തിയാകുമെന്ന് മുൻ അന്താരാഷ്ട്ര താരം ഫിറോസ് ഷെരീഫ്. മുൻ താരങ്ങളോടാണ് ഫുട്ബോൾ പ്രേമികൾക്ക് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ ഓരോ ടീമിനോടാണ് ആരാധനയെന്നും ഫിറോസ് ഷെരീഫ് പ്രതികരിച്ചു. കൊച്ചി കറുകപ്പള്ളിയിൽ ഫുട്ബോൾ വിളംബര ഘോഷയാത്രയിൽ പങ്കെടുക്കുകയായിരുന്നു മുൻ സന്തോഷ് ട്രോഫി താരവും കോച്ചുമായിരുന്ന ഫിറോസ് ഷെരീഫ്. ലോകമെമ്പാടും ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ. കൊച്ചിയിൽ മുൻ അന്താരാഷ്ട്ര ഗെയിമുകൾ കളിച്ചിട്ടുള്ള ഫുട്ബോളർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഫിറോസ് ഷെരീഫാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ചേട്ടാ ഈ തവണത്തെ ഒരു വേൾഡ് കപ്പിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്ന ഒരു മാസം ഫുട്ബോൾ ലഹരിയിൽ തന്നെയായിരിക്കും. അതെല്ലാവരും ലോകമെമ്പാടും ഒരുപാട് ശ്രദ്ധയോടെയും ആകാംക്ഷയോടുകൂടെയും കാത്തിരിക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും ഫുട്ബോൾ. വേൾഡ് കപ്പ് അങ്ങനെ തന്നെയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കുറേ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ മത്സരിച്ചതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ തവണത്തെ ടീമുകളെയൊക്കെ വിലയിരുത്തുമ്പോൾ ആര് കപ്പ് നേടുമെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഈ വേൾഡ് കപ്പ് പ്രത്യേകിച്ച് ശരീരക്ഷമത, ഫിറ്റ്നസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. എല്ലാ ടീമിനും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ടീം അത് ജപ്പാൻ ഒരു വല്ലാത്ത ഒരു ത്രെറ്റ് തന്നെയാണ് എല്ലാവർക്കും. അത് നമ്മൾ കളിക്കുന്നില്ലെങ്കിൽ പോലും ജപ്പാൻ നമുക്ക് അഭിമാനം തന്നെയാണ്. ഏഷ്യൻ കാരണം നമുക്ക് അവരെപ്പോഴും അഭിമാനം തന്നെയായിരിക്കും ജപ്പാനിൽ. എങ്ങനെയാണ് ഈ തവണ യുവാക്കളുടെയൊക്കെ ഒരു ആഹാരം നോക്കിക്കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിലെ പോലെയൊക്കെ തന്നെ ഇപ്പോഴും യുവാക്കളുടെ ഇടയിൽ വലിയൊരു ആവശ്യം തന്നെയാണോ ഫുട്ബോൾ? പണ്ടത്തെ കാലം ഓരോ ടീമിനും ഓരോ ഇൻഡിവിജ്വൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 11 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരു കൂട്ടായ്മയാണ്, ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയും പ്രയത്നമാണ് മോഡേൺ ഫുട്ബോൾ, മോഡേൺ ട്രെൻഡ് അതാണ് മോഡേൺ ഫുട്ബോൾ. എല്ലാ കാലത്തും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ ജനത ഫുട്ബോളിനെ വരവേറ്റിരിക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ വേൾഡ് കപ്പിലേക്ക് ഇന്ത്യൻ പ്ലെയേഴ്സ് എത്തുന്നു എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതിനുള്ളൊരു ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇന്ത്യൻ ടീം കളിക്കുന്നില്ലെങ്കിലും ഇന്ത്യൻ വംശജർ 4 രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നു. മലയാളിയും കൂടെ കളിക്കുന്നുണ്ട്. അതും നമുക്കൊരു അഭിമാനം തന്നെയാണ്. വളരെയധികം നന്ദി. വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് അദ്ദേഹം. മുൻ അന്താരാഷ്ട്ര കായിക താരം കൂടിയായതുകൊണ്ട് തന്നെ വലിയൊരു വിലയിരുത്തൽ തന്നെ ഈ തവണ മത്സരത്തിൽ ജപ്പാൻ ഒരു വെല്ലുവിളിയായി തന്നെ മാറും എന്നുള്ളൊരു പ്രവചനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഫിഫ ലോകകപ്പിൽ 11 പ്രമുഖ ടീമുകളിൽ 6 ഗോൾ അടിച്ചാലും സന്തോഷം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ഓഫർ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളാണ് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ളത്. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശം സപ്ലൈകോയിലും എത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കും ഫുട്ബോളിന്റെ ആരാധകർക്കും വലിയ സർപ്രൈസാണ് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ളത്. സപ്ലൈകോ സോക്കർ 11 എന്ന പ്രത്യേക ഓഫർ പദ്ധതിയിലൂടെ 11 ശബരി ഉൽപ്പന്നങ്ങളാണ് ആകർഷകമായ വിലക്കുറവിലൂടെ ആളുകൾക്ക് ലഭിക്കുക. ബ്രസീൽ, ജർമ്മനി, നെതർലാൻഡ്, സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ക്രൊയേഷ്യ, മൊറോക്കോ എന്നീ ടീമുകൾ എത്ര ഗോൾ അടിക്കുന്നോ അത്രത്തോളം വിലക്കുറവാണ് നിശ്ചിത ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുക. ബ്രസീലിന് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അർജന്റീനയ്ക്ക് പായസം മിക്സാണ്, പോർച്ചുഗലിനോ മുളക് പൊടിയും.
ഷൂട്ടൌട്ടിൽ നേടുന്ന ഗോളുകൾ ഇതിൽ പരിഗണിക്കാനുമാവില്ല. അടുത്ത മത്സരം വരെയാണ് ഈ ഓഫർ. അടുത്ത മാച്ചിൽ കൂടുതൽ ഗോൾ അടിച്ചാൽ വിലക്കിഴിവിന്റെ നിരക്കും വർദ്ധിക്കും. 11 ടീമുകളിൽ ഓരോന്നും പുറത്താകുന്നതിനനുസരിച്ച് ഓഫറുകളും അവസാനിക്കും. അഥവാ ഇവയിൽ ഒരു ടീം ജേതാക്കളായാൽ ഉൽപ്പന്നത്തിന് അധിക വിലക്കുറവും ലഭിക്കും. ജൂൺ 15 മുതലാണ് ഓഫറുകൾ ലഭ്യമാകുക. ക്യാമറമാൻ ദീപുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം കായംകുളം ടൗൺ UPSലെ കുട്ടികളിലേക്കും എത്തി. ഫുട്ബോൾ ആവേശം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ദീപശിഖ പ്രയാണവും ബലൂൺ ഉയർത്തലും ഫുട്ബോൾ കിക്ക് ഓഫ് മത്സരവും പായസ വിതരണവും ഒക്കെ നടത്തി. കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തി. മാസപ്പടി കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ സാവകാശം തേടിയിരിക്കുകയാണ് വീണ വിജയൻ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെ ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇമെയിൽ അയച്ചു. അഭിഭാഷകർ ഹാജരായി രേഖകൾ കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് ED വീണ വിജയന് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ സാവകാശം തേടിയിട്ടുണ്ട്. മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് EDക്ക് ഇമെയിൽ അയച്ചു. ആവശ്യമായ രേഖകൾ കൈമാറാൻ ഒരുക്കമാണെന്നും വീണയുടെ ഇമെയിലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ പുതിയ സമൻസ് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജിക് കേസിൽ ഇതാദ്യമായിട്ടായിരുന്നു വീണയെ ED ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 9 പേർക്കാണ് ED സമൻസ് നൽകിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്ത, മകൻ ശരൺ കർത്ത, ശശിധരൻ കർത്തയുടെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കും കമ്പനി ജീവനക്കാരായ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള അടക്കമുള്ള ജീവനക്കാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശശിധരൻ കർത്ത തിങ്കളാഴ്ചയാണ് ഹാജരാകേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ ആദ്യദിനം ചോദ്യം ചെയ്യലിന് ഹാജരായി. SIT തലവൻ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് പ്രതികളെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് ആദ്യ ദിനം SIT ചോദ്യം ചെയ്തത്. പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകിട്ട് 4:30 വരെ നീണ്ടു. ഓരോ പ്രതികളെയും ഒറ്റയ്ക്കിരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. 3 ദിവസമാണ് ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകിയത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ബോണ്ടിലും 2 ആൾജാമ്യത്തിലും പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അതേസമയം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിനായി എത്തിയതെന്ന് ഗൺമാൻ അനിൽകുമാർ പ്രതികരിച്ചു. ചോദ്യം ചെയ്യലിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു. കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസ് അതെല്ലാം കോടതി പറയട്ടെ. ഞങ്ങൾ വേട്ടയാടപ്പെട്ടു, അതില്ലെന്ന് പറയുന്നില്ല. മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളെ ചോദ്യം ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും നടന്നിരുന്നില്ല. കേസിൽ ഇതാദ്യമായാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തുന്നത്. അതിനാൽ തന്നെ കേസിൽ വഴിത്തിരിവുണ്ടാക്കാൻ കഴിയുന്ന തെളിവുകൾ ഇതിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ആദ്യ ദിനത്തിൽ മർദ്ദനത്തിൽ ഉപയോഗിച്ച വടി എവിടുന്ന് ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയായിരുന്നു SIT എന്നാണ് ലഭിക്കുന്ന സൂചന. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. അതേസമയം തിരുവനന്തപുരത്ത് ഇന്നുണ്ടായ ശക്തമായ കാറ്റിൽ 3 വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. നാളെ എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ തിരുവനന്തപുരം കരമന തളിയിലുണ്ടായ ശക്തമായ കാറ്റിൽ 3 വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. മരവും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി വീണു. അടുത്ത വീടുകളൊന്നും ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് വലിയ അപകടം എനിക്കും പറ്റിയിട്ടില്ല എന്നുള്ള സമാധാനിക്കാം. ചെറിയ സൗണ്ട് ഉണ്ട് ഫസ്റ്റ്. അപ്പം ഈ കാറ്റടിക്കുമ്പോൾ ഷീറ്റിങ്ങനെ ഇളകുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊക്കെയില്ല. അതും വീണ്ടും ഒരു 10 സെക്കൻഡ് ആയില്ല. അതിന് മുന്നേ മൊത്തം മേൽക്കൂരയോടെ ഈ ചോരോടെ ഇടിഞ്ഞ് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പം പേടിച്ച് ആദ്യം ഓടി ഡോർ അടച്ചേക്കുന്ന തുറന്നു വന്നപ്പോഴത്തേക്കും അമ്മയുടെ ഷീറ്റ്, അടുത്ത വീട് അമ്മയുടെ ഷീറ്റാണ്, അതും
ഇത് പോയതിനേക്കാളും സ്പീഡിൽ അത് പോകുന്നുണ്ട്. അത് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോയിരിക്കുകയായിരുന്നു. അപ്പോഴും ഇവിടുന്ന് ഒരു ഫോൺ കോൾ വന്ന് ഇങ്ങനെ വീടെല്ലാം പോയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇവിടെ വന്നപ്പം വീട് ഇതെല്ലാം ഷീറ്റെല്ലാം എടുത്ത് കാറ്റിൽ അങ്ങ് ദൂരെയാണ് ചെന്ന് കിടന്നത്. അന്നപ്പം മൊത്തം വെള്ളമായി എല്ലാമായിട്ട് കിടക്കുകയാണ്. പിന്നെ ടാർപ്പാളം വാങ്ങിച്ച് ഇപ്പോൾ ഇതാ മഴ വന്നതുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. വ്യാപകമായ നാശനഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടായത്. റവന്യൂ ഉദ്യോഗസ്ഥരും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളും ഉണ്ടായി. മലപ്പുറത്ത് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. അരീക്കോട് കിളിക്കല്ലിങ്ങിലാണ് സംഭവം. ചോലയിൽ വീട്ടിൽ അലിയുടെ മക്കളായ 4ാം ക്ലാസ് വിദ്യാർത്ഥി അഫിയ, 3ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്നാൻ എന്നിവരാണ് മരിച്ചത്. സ്കൂൾ വിട്ടു വന്ന ശേഷം വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു. കുട്ടികൾ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് കോടഞ്ചേരിയിൽ കാറ്റിൽ റബ്ബർ മരം കടപുഴുകി വീണ് വീട് തകർന്നു. കാഞ്ഞിരമ്പാറ കളപ്പാട്ട് KM പൗലോസിന്റെ വീടിന് മുകളിലേക്കാണ് റബ്ബർ മരം കടപുഴുകി വീണത്. ഉച്ചയോടെയായിരുന്നു സംഭവം. മരം വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. TV അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കോഴിക്കോട് അത്തോളിയിൽ വിദ്യാർത്ഥി ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിൽ മുങ്ങി മരിച്ചു. നിതീഷ് ശ്രീഷ്മ ദമ്പതികളുടെ മകൻ വിഘ്നേഷാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. കുട്ടിക്കുളത്തിൽ മുങ്ങിത്താഴ്ന്ന് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ രക്ഷാപ്രവർത്തനം നടത്തി. ഇതിനിടെ കൊയിലാണ്ടി ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പത്തനംതിട്ട കൈപ്പട്ടൂർ അച്ഛൻ കോവിലാറ്റിൽ കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെടുത്തു. കൊടുമൻ ഐക്കാട് തെക്ക് നന്ദു ഭവനിൽ നന്ദുവിൻ്റെ മൃതദേഹമാണ് കൈപ്പട്ടൂർ ഉഴുവത്തമ്പലത്തിന് സമീപത്തു നിന്ന് ഫയർഫോഴ്സ് സ്കൂബ ടീം മുങ്ങിയെടുത്തത്. ഫ്ലിപ്കാർട്ടിൻ്റെ അടൂർ ഓഫീസിൽ ജോലി ചെയ്തിരുന്നയാളെ ശനിയാഴ്ച രാത്രി 10:30 മുതൽ കാണാനില്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഉഴുവത്തമ്പലത്തിന് സമീപം ആറ്റിൻകരയിൽ ഇയാളുടെ ബൈക്കും പേഴ്സും കണ്ടെത്തിയത്. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കൂടുതൽ രാജി ഓരോ ദിവസവും ഉണ്ടാവുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പ്രതിസന്ധിയായി തീരുകയാണ്. നേതാക്കളുടെ രാജ്യസഭാംഗങ്ങളായ പ്രകാശ് ചിക്പരെ, കോയൽ മല്ലിക് എന്നിവർ ഇന്ന് രാജിവെച്ചു. ലോക്സഭാ എംപിമാർ കൂട്ടത്തോടെ NDAക്കൊപ്പം ചേരാൻ നീക്കം നടത്തിയതിന് പിന്നാലെയാണ് രാജ്യസഭാംഗങ്ങളുടെയും കൂട്ടരാജി. പശ്ചിമ ബംഗാളിൽ MLA-മാരുടെ വിമത നീക്കത്തിന് ശേഷം പാർലമെന്റിലും കനത്ത തിരിച്ചടിയാണ് തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത്. രാജ്യസഭാ അംഗങ്ങളായ 2 മുതിർന്ന നേതാക്കൾ കൂടി ഇന്ന് രാജിവെച്ചു. പ്രകാശ് ചിക്പരെ, കോയൽ മല്ലിക് എന്നിവരാണ് രാജി നൽകിയത്. ഇതോടെ രാജിവെച്ച തൃണമൂൽ രാജ്യസഭാ എംപിമാരുടെ എണ്ണം 4 നേരത്തെ സുഖേന്ദു ശേഖർ റോയ്, സുഷ്മിത ദേവ് എന്നിവർ രാജിവെച്ചിരുന്നു. ലോക്സഭയിൽ 28 തൃണമൂൽ എംപിമാരിൽ 20 പേരും NDAക്കൊപ്പം ചേരുന്നതിന് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. MLA-മാർക്കും MP-മാർക്കും പുറമെ മുതിർന്ന നേതാക്കളും മമതയെ കൈവിട്ട് വിമതർക്കൊപ്പം നിൽക്കാനും പാർട്ടി വിട്ട് BJP-യിൽ ചേരാനും നീക്കം നടത്തുന്നുണ്ട്. വിശ്വസ്തരെ ഇറക്കി മമതാ ബാനർജി അനുനയത്തിന് ശ്രമിച്ചെങ്കിലും നേതാക്കൾ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുത്ത മമതാ ബാനർജി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയാണ് തൃണമൂലിനെ തകർത്തത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മധ്യപ്രദേശിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ 3 BJP സ്ഥാനാർത്ഥികളും എതിരില്ലാതെ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ഫലപ്രഖ്യാപനം തടയണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളിയിരുന്നു. കേസ് നാളെ പരിഗണിക്കുകയാണ്. പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. മധ്യപ്രദേശിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ കോൺഗ്രസിന് വിജയിക്കാമായിരുന്ന 1 സീറ്റ് ഉൾപ്പെടെ 3 സീറ്റിലും BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. രജനീഷ് അഗർവാൾ, തരുൺ ചുഗ്, മഹേഷ് കേവത് എന്നിവരാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കിടെ തള്ളിയിരുന്നു. തെലങ്കാനയിൽ നിലവിലുള്ള കേസിന്റെ വിവരങ്ങൾ മീനാക്ഷി നടരാജൻ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് BJP പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹർജി പരിഗണിക്കുന്നതുവരെ ഫലപ്രഖ്യാപനം തടയണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. കേസ് നാളെ കോടതി വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് ആവശ്യമായ സമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകിയിരുന്നതായും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ മധ്യപ്രദേശിലും ഡൽഹിയിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.